ബൈബിൾ ക്വിസ് പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് യോശുവ 3-ാമത്തെ അധ്യായം. ജനം യോർദാൻ കടക്കുവാൻ എവിടെ നിന്നു യാത്ര പുറപ്പെട്ടു? ശിത്തീം. യോർദാൻ കടക്കുവാൻ ശിത്തീമിൽ നിന്നും പുറപ്പെടാൻ യോശുവ എഴുന്നേറ്റത് എപ്പോൾ? അതികാലത്ത്. യോർദാൻ കടക്കും മുമ്പ് യോശുവയും ജനങ്ങളും യോർദാൻ അരികെ എത്ര ദിവസം താമസിച്ചു? 3. പാളയത്തിൽ കൂടി നടന്ന് ജനങ്ങളോട് ദൈവീക കൽപ്പന അറിയിച്ചത് ആര്? പ്രമാണികൾ. യഹോവയുടെ നിയമപെട്ടകം ചുമന്നതാര്? ലേവ്യ പുരോഹിതന്മാർ. എന്ത് കാണുമ്പോഴാണ് ജനം അവരുടെ സ്ഥലം വിട്ട് പുറപ്പെടേണ്ടത്? യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യ പുരോഹിതരെയും കാണുമ്പോൾ. നിങ്ങൾ നിയമപെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി നടന്നു പോകുവിൻ എന്ന് പറഞ്ഞതാര്? യോശുവ. പെട്ടകത്തിനും ജനത്തിനും ഇടയിൽ എത്ര അകലമുണ്ടായിരിക്കണം? 2000 മുഴം. ജനം പോകേണ്ടുന്ന വഴി അറിയുന്നതെങ്ങനെ? പെട്ടകത്തിന്റെ പിന്നാലെ ചെല്ലണം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യാനാണ് ജനത്തോട് യോശുവ ആവശ്യപ്പെട്ടത്? നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നാളെ അതിശയം പ്രവർത്തിക്കും. അതിനു മുന്നോടിയായി എന്തു ചെയ്യണമെന്നാണ് യോശുവ ജനത്തോട് ആവശ്യപ്പെട്ടത്? ശുദ്ധീകരിപ്പാൻ. യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ ആരോട് കൽപ്പിക്കണമെന്നാണ് യഹോവ അരുളി ചെയ്തത്? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ. ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് യോശുവ പറഞ്ഞത് ആരോടാണ്? ഇസ്രായേൽ മക്കളോട്. യഹോവ എത്ര ജാതികളെ നീക്കും എന്നാണ് പറയുന്നത്? 7. ആരെല്ലാം? കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, എബൂസ്യർ. സർവഭൂമിക്കും നാഥനായവൻ ആര്? യഹോവ. ഓരോ ഗോത്രത്തിൽ നിന്നും എത്ര പേരെ കൂട്ടുവിൻ എന്നാണ് പറഞ്ഞത്? ഓരോ ആളെ വീതം. ചിറ പോലെ നിൽക്കുന്ന ജലം ഏതാണ്? മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം. യോർദാൻ കര കവിഞ്ഞൊഴുകുന്ന കാലമേത്? കൊയ്ത്തുകാലം. പെട്ടകം ചുമന്ന പുരോഹിതരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. വെള്ളം ചിറ പോലെ പൊങ്ങിയത് എവിടെ? സാരെഥാനു സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ. വെള്ളം എങ്ങോട്ടൊഴുകിപ്പോയി? അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക്. ഉപ്പുകടലിലേക്ക് ഒഴുകിയ ജലം എന്തു ചെയ്തു? വാർന്നുപോയി. പെട്ടകം ചുമന്ന പുരോഹിതർ ഉറച്ചു നിന്നത് എവിടെയാണ്? യോർദാനു നടുവിൽ ഉണങ്ങിയ നിലത്ത്. യോർദാൻ നദി കടന്ന് ജനം മറുകരയിൽ എത്തിയ ദേശം ഏത്? എരിഹോ. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക് യു.